എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സ്ക്രൈബേഴ്സിൽ നമുക്ക് എങ്ങനെ പേജ് നമ്പറുകൾ ഉൾപ്പെടുത്താമെന്നാണ് വിശദീകരിക്കാൻ പോകുന്നത്. അതിനായി ഞാനൊരു പുതിയ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനായി ഞാൻ സിംഗിൾ പേജ്, ഫേസിംഗ് പേജ്, എനിക്ക് ഒന്നിൽ കൂടുതൽ പേജുകൾ വേണം. അതുകൊണ്ട് ഞാൻ ഫേസിംഗ് പേജ് എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ കുറേ സെറ്റിങ്സുകളുണ്ട്, നമ്മളതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. നമ്പർ ഓഫ് പേജസ് എന്നത് ഞാനൊരു 10 കൊടുക്കുകയാണ്. 10 പേജ് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അവിടെ സ്റ്റാർട്ടിംഗ് പേജ് റൈറ്റ് സൈഡിലാണോ വേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഞാനിവിടെ റൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നീട് വേറെ മാറ്റങ്ങളൊന്നും ഞാനിവിടെ വരുത്തുന്നില്ല. അതിന് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ ഒരു 10 പേജുകൾ കൺട്രോൾ അമർത്തിയിട്ട് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജുകളൊക്കെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്കിതിനകത്ത് പേജ് നമ്പർ ഇതിൻ്റെ ഫൂട്ടറിൽ നൽകണം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എനിക്ക് പേജ് നമ്പർ നൽകേണ്ടത്. ഒന്നാമത്തെ പേജ് എടുത്ത ശേഷം നമ്മളിവിടെ ടൂൾ ബോക്സിൽ നിന്നുള്ള ടെക്സ്റ്റ് ഫ്രെയിം എന്ന ഓപ്ഷൻ എടുത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. എനിക്ക് ഇവിടെയാണ് പേജ് നമ്പർ വരേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അതിനുശേഷം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ദെൻ ഇൻസേർട്ടിൽ പോകുന്നു, ക്യാരക്ടറിൽ പോകുന്നു, പേജ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ പേജ് നമ്പർ വരും. ഈ പേജ് നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത ശേഷം പേജ് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഇതൊന്ന് സെൻറ്ററിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇതൊരു അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിൻ്റെ ഈ ഏരിയയുടെ സെൻറ്ററിലേക്ക് എത്തും. അതിനുശേഷം ഈ പറയുന്ന ടൂൾ ബോക്സിലെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള ക്രമീകരണം വരുത്താം. നിങ്ങൾ കൺട്രോൾ ബട്ടൺ അമർത്തിയിട്ട് മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് സൂമായി വരും. നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള എഡിറ്റിങ്ങുകൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ പേജിൽ പേജ് നമ്പർ വന്നു കഴിഞ്ഞു. ഇനി ഞാനിതൊന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ C അടിച്ചാൽ ഇത് കോപ്പി ആവും. ഇനി ഇവിടെ നമുക്കറിയാം ഇതാണ് രണ്ടാമത്തെ പേജ്, ഇത് മൂന്നാമത്തെ പേജാണ്. ഞാനിവിടെ മൂന്നാമത്തെ പേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പേജ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്കിവിടെ നാലാമത്തെ പേജ് ഇതാണ്, അഞ്ചാമത്തെ പേജ് ഇതാണ്. ഞാൻ അഞ്ചാമത്തെ പേജിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ V അടിച്ച് കഴിഞ്ഞാൽ ആ പേജ് നമ്പർ വരുന്നു. അതുപോലെ 6, 7, ഏഴാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ V അടിക്കുന്നു, ഏഴാമത്തെ പേജ് വരുന്നു. 8, 9, ഒമ്പതാമത്തെ പേജിലും ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ V അടിച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ വരുന്നു. നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഞാനിവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ പേജുകൾക്കെല്ലാം പേജ് നമ്പർ നൽകി. സാധാരണ ഒരു മാഗസിൻസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ റൈറ്റ് സൈഡിലെ പേജ് ആണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ താഴെ ഈ കോർണറിലായിരിക്കും പേജ് നമ്പർ വരിക. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ പേജുകൾക്ക് ലെഫ്റ്റ് സൈഡിലെ കോർണറിലായിരിക്കും പേജ് നമ്പർ വരിക. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ രണ്ടാമത്തെ പേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പർ 2 വരും. പക്ഷേ അത് റൈറ്റ് സൈഡിലായിരിക്കും. കാരണം നമ്മൾ ഒന്നാമത്തെ പേജ് നമ്പർ ഇടുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ ഇവിടെയായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ആ ഒരു മെമ്മറി വെച്ചിട്ടാണ് ഇത് എല്ലായിടത്തും പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ 2 എന്നുള്ളത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. കൺട്രോൾ C അടിച്ചതിൻ്റെ കോപ്പി എടുത്തു. ഇനി ഞാനിപ്പോൾ 1, 2, 3, നാലാമത്തെ പേജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ പുതിയ ലൊക്കേഷനിലേക്ക് അത് പേജ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 2 ആയി, ഇത് 4, ഇത് 5. ആറാമത്തെ പേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ ആറാമത്തെ പേജ് വന്നു. ഇനി ഏഴാമത്തെ പേജ് കഴിഞ്ഞു. എട്ടാമത്തെ പേജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ V അടിച്ചാൽ എട്ടാമത്തെ പേജ് വന്നു. ഒമ്പതാമത്തെ പേജ് ഇതാണ്. 10ാമത്തെ പേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ V അടിച്ചാൽ 10ാമത്തെ പേജിലും പേജ് നമ്പർ വന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ക്രൈബേഴ്സിൽ നമുക്ക് പേജുകൾക്ക് പേജ് നമ്പറുകൾ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം കീബോർഡ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് നമ്പർ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിനിടയിൽ ഏത് നമ്പറിന് വേണ്ടി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഈ 4 വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് കൊടുത്താൽ ഒഴിവാവും. ഓക്കെ, അപ്പോൾ ഏത് സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ടിപ്സുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.